കളിമണ്ണ് കിട്ടാനില്ല. വടക്കാഞ്ചേരി ഒന്നാം കല്ല് പ്രദേശത്തെ മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾ പ്രതിസന്ധിയിൽ. 15ഓളം കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് മൺപാത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നത്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് 10,000 രൂപയ്ക്ക് ഒരു ലോഡ് കളിമണ്ണ് ലഭിച്ചിരുന്നതിപ്പോൾ 18,000 രൂപയാണെന്നും അത്ര തന്നെ കൊടുത്താലും കളിമണ്ണ് പലപ്പോഴും ലഭിക്കുന്നില്ലെന്നും പലപ്പോഴും നിലവാരം കുറഞ്ഞ മണ്ണാണ് ലഭിക്കുന്നതെന്നും തൊഴിലാളിയായ ബാബു ഇന്ന് പറഞ്ഞു. പാത്രം ചൂളയ്ക്ക് വെക്കാൻ ആവശ്യമായ വൈക്കോൽ, ചകിരി, വിറക് എന്നിവയുടെ വിലയിലും ഗണ്യമായ വർധനവാണ് വന്നിട്ടുള്ളത്. അതിന് അനുസൃതമായ വർധനവ് മൺപാത്രക്കാർക്ക് ലഭിക്കാത്തതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. സർക്കാരിന്റെ ഭാഗത്തുനിന്നും യാതൊരു ധനസഹായങ്ങളും ഈ മേഖലയ്ക്ക് ലഭിക്കുന്നില്ലെന്നും മെച്ചപ്പെട്ട വരുമാനമാർഗം ലഭിക്കാത്തതിനാൽ പുതുതലമുറ കുലത്തൊഴിലിലേക്ക് കടന്നുവരുന്നില്ലെന്നും തൊഴിലാളികളായ രാജേഷ്, ബാബു എന്നിവർ പറഞ്ഞു. നമ്മളിപ്പോൾ ഈ കളിമണ്ണ് മേഖലയിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മണ്ണിന്റെ ലഭ്യതയാണ്. കളിമണ്ണ് കിട്ടാനില്ല. അഥവാ കിട്ടുന്നതാണെങ്കിൽ പോലും പലതും ക്വാളിറ്റി ഇല്ലാത്ത മണ്ണുകളാവെ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പിന്നെ കളിമണ്ണിന് ചുരുങ്ങിയതൊരു കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങൾ 10 രൂപയ്ക്കൊക്കെയാണ് എടുത്തിരുന്നത്, 10,000 രൂപയ്ക്കൊക്കെയാണ്. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ഉം 18ഉം കൊടുത്തിട്ട് നമുക്ക് ലോഡ് മണ്ണ് കിട്ടാനില്ല. ഇനി കിട്ടിയ മണ്ണിൻ്റെ ക്വാളിറ്റി കുറവ് കാരണം നമുക്ക് ചൂളകളിലൊക്കെ ഒരുപാട് ക്രാക്കും പൊട്ടലും കാര്യങ്ങളൊക്കെ വന്ന് നഷ്ടങ്ങളുണ്ട്. പിന്നെ നമ്മളിതൊരു കുലത്തൊഴിലാണ്, പാരമ്പര്യമായിട്ട് ഇത് ചെയ്തു വരുന്ന ആളുകളാണ്. അപ്പോൾ നമ്മളിത് കുടുംബത്തോടെ എല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമ്മളൊരു ചൂളയൊക്കെ വെച്ച് കിട്ടുന്ന മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ മഴയും കാര്യങ്ങളൊക്കെ അനുകൂലമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചൂളയൊക്കെ വെച്ച് കിട്ടിയിട്ട് വേണം അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന വളരെ തുച്ഛമായിട്ടുള്ള പൈസയാണ്. 10 18 രൂപ 10 15 രൂപയ്ക്കൊക്കെയാണ് നമുക്ക് കിട്ടുക. അത് നമ്മൾ ഇത്രയും ആളുകൾ ഏർപ്പെട്ടിട്ടാണ് ഈ തൊഴിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എന്താ പറയുക, നമുക്ക് വരുമാനത്തിൻ്റെ ചില ബുദ്ധിമുട്ടുണ്ട് ഇതിൽ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും വരുന്നത് നമുക്ക് ഇതിൻ്റെ മെഷീനറീസോ പുതിയ തരത്തിലുള്ള യന്ത്രവൽക്കരണങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കതൊന്നും സർക്കാർ തലത്തിലോ മറ്റുള്ള തലത്തിലോ നമുക്ക് അതിൻ്റെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇല്ല, കുറവാണ്. പിന്നെ ഈ മേഖലകളിൽ തന്നെ ഒരുപാട് പുതിയ രീതിയിലുള്ള സാധനങ്ങൾ ചെയ്യാനും പുതിയ മാർക്കറ്റുകളിൽ എത്തിക്കാനൊക്കെ ആയിട്ട് നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ഹെൽപ്പ് വേണം ശരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടുതലായിട്ടും കുറേ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഇതിലൊരുപാട് ഈ പ്രോഡക്റ്റുകളിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്താം, ആ വഴി നല്ല മാർക്കറ്റുകൾ കണ്ടെത്താം. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൻ്റെ വലിയൊരു വിഷയമുണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ തുച്ഛമായിട്ടുള്ള വിലയ്ക്കാണ്. പഴയ രീതിയിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള പാത്രങ്ങളാണ്, പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന പാത്രങ്ങളാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ ഒരു കോളനിയിൽ ഒരു 10-15 വീടുകളുണ്ട്. അതിൽ കുറേ വീടുകളിലൊക്കെ നമ്മുടെ പണികൾ നടക്കുന്നുണ്ട്. പിന്നെ കുറേ ആളുകളൊക്കെ അതിൽ നിന്ന് വിട്ടുപോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വരുമാനക്കുറവ് കൊണ്ട് ഈ തൊഴിൽ ഉപേക്ഷിച്ച് പോകുന്നവരാണ് കൂടുതൽ. ഉള്ളത് തന്നെ യുവാക്കൾ കുറവാണ് ഇതിൽ. ഇത്തിരി പ്രായമായിട്ടുള്ള ആളുകളും ഇപ്പോൾ ഞങ്ങൾ 1-2 പേരൊക്കെ തന്നെയാണ് യുവാക്കളായിട്ടുള്ളൂ. പിന്നുള്ളവരൊക്കെ മറ്റുള്ള മേഖലകളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഈ തൊഴിലിൽ നിന്ന് ഉള്ള വരുമാന മാർഗം കുറയിലും ഇത് നമുക്ക് കുടുംബജീവിതം മുന്നോട്ട് പോകാത്ത അവസ്ഥകളിൽ വരുമ്പോഴാണ് ആളുകളിൽ നിന്ന് കഴിഞ്ഞ് മറ്റുള്ള മേഖലകളിലേക്ക് പോകുന്നത്. ഇത് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നൊരു തൊഴിലായിരുന്നു. ഇപ്പോൾ അത് വളരെ ചുരുങ്ങി, ആളുകൾ കുറഞ്ഞു. ഈ കുലത്തൊഴിൽ നിലനിർത്തി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട രീതിയിലുള്ളൊരു സപ്പോർട്ട് പൊതുജനത്തിൻ്റെ ഭാഗത്തുനിന്നും ഗവൺമെൻറ്റിൽ നിന്നും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഒരു ഒരുപാട് കാലങ്ങൾ പഴക്കം, നമ്മൾ ചക്രമൊക്കെ കണ്ടെത്തിയ ഒരു കാലഘട്ടത്തിലുള്ള പഴക്കമുണ്ട്, പാരമ്പര്യമുണ്ട് ഇതിന്. പക്ഷേ ഈ തൊഴിൽ മാത്രം അങ്ങനെ വലിയ വിപുലീകരണമൊന്നും വരാതെ അങ്ങനെ നിന്ന് പോവാണ്.